നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് എഴുതിത്തള്ളിയ മറ്റൊരു തിരോധാന കേസ് കൂടി പുനരന്വേഷിക്കുകയാണ് പോലീസ്. 2020 ചേർത്തല തിരുവഴയിൽ നിന്ന് കാണാതായ സിന്ധു എന്ന് വിളിക്കുന്ന ബിന്ദുവിന്റെ തിരോധാന കേസാണ് വീണ്ടും പരിശോധിക്കുന്നത്. വീട്ടിൽ നിന്നും തിരുവഴ ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധു പിന്നീട് മടങ്ങി വന്നിട്ടില്ലെന്ന് കുടുംബം പറയുന്നു. മകളുടെ വിവാഹത്തിന് 2 മാസം മാത്രം അവശേഷിക്കുകയായിരുന്നു ബിന്ദുവിന്റെ അപ്രതീക്ഷിത തിരോധാനം. എവിടെയാണെന്നും എന്താണെന്നും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പോലീസ് എന്താ പറയുന്നത്? അവര് പറയണത് ഞങ്ങൾ തിരക്കിട്ട് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ലെന്നാ പറയണത്. എന്നായിരുന്നു അന്ന് നിങ്ങൾ പോലീസിൽ പരാതി നൽകി? അന്ന് തന്നെ, അന്ന് രാത്രി തന്നെ കൊടുത്തായിരുന്നു. കാണാഞ്ഞപ്പോ തന്നെ പരാതി കൊടുത്തതാണ്. പിറ്റേസൊക്കെ മാറ്റി വെച്ചില്ല. പിന്നെ മകളുടെ കല്യാണത്തിനടക്കം ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല? ഇല്ല 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 ഇല്ല. ഇത് ഈ ബിന്ദുവിനെ കാണാതാകുന്നതിന് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് മകളുടെ വിവാഹമായിരുന്നു. അതെ. അതിനൊന്നും പങ്കെടുക്കാനോ വേറെ ഒരു ഇന്ന് വരെ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഈ സമയം വരെ കിട്ടിയിട്ടില്ല. അതിനിടെ ചേർത്തലയിൽ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രതി സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ സ്വർണം തനിക്ക് വിറ്റുവെന്ന് ജ്വല്ലറി ഉടമ സ്ഥിരീകരിച്ചു. ചേർത്തല നഗരത്തിലെ ശ്രീ വെങ്കടേശ്വർ ജ്വല്ലറി ഉടമ സദാശിവനാണ് ന്യൂസ് 8നോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ജൈനമ്മയെ കാണാതായ ഡിസംബർ 24-നും 30-നും ഇടയിലാണ് സെബാസ്റ്റ്യൻ സ്വർണം വിൽക്കാനെത്തിയത്. ആദ്യം ഫോണിൽ വിളിക്കുകയും പിന്നീട് നേരിട്ട് വരികയുമായിരുന്നു. ന്യൂസ് 18 നടത്തിയ ഒളിക്യാമറ അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ക്രൈംബ്രാഞ്ചുകാർ ഇവിടെ വരുന്നുണ്ടോ? എപ്പോ പറഞ്ഞിട്ടില്ല. ഇവിടെ കൊണ്ടുവന്നാണോ പണയം വിറ്റത്? പണയം വെച്ചത് വേറെ ബാങ്കില്. ഏത് ബാങ്കിലായിട്ടാ വെച്ചത്? കുന്നത്തല്ലേ? നമ്മളോട് വരാൻ പറഞ്ഞത് എന്താണ്? കുന്നത്ത് ബാങ്ക് അല്ലേ? ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ വിൽക്കുവാണോ? ഇല്ല, അവിടെ തന്നെ എടുത്തു. പുള്ളി പിറ്റേ ദിവസമാണ് പൈസ കൊണ്ടുപോകുന്നത്. അന്ന് വന്നിട്ടില്ല. ഞാൻ പോയി എടുത്തതാ. അവിടെ എത്ര പവനായിരുന്നു? 25 ഗ്രാം അല്ലേ? ഈ ഡേറ്റ് എന്നായിരുന്നു? 23 അവരെല്ലാം എഴുതി കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന്. ഏത് ഈ മാസമാണോ? ഇല്ല, കഴിഞ്ഞ വർഷം ഡിസംബർ 24 എല്ലാം അവരുടെ കയ്യിലുണ്ട്. അവരെല്ലാം എഴുതി കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളപ്പോ ഇത് ഉരുക്കുന്ന ആൾക്കാരാണോ? ആ ജ്വല്ലറി ഏതാ? കുന്നത്ത് ബാങ്കോ? ബാങ്കാണ്. അവിടെ പണയം വെച്ചതാണ്. നമുക്ക് ജോലി അതാണ്, പണയം എടുക്കുന്ന ജോലിയാണ്. ബാങ്കിന് സമയത്ത് വിറ്റ് കൊടുക്കുന്ന ജോലിയാണ്. സ്വകാര്യ ബാങ്കാണ് അല്ലേ? ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? നിങ്ങൾ എന്നാ എടുക്കുന്നേ? ഇപ്പൊ ഡേറ്റ് അവര് പറയുന്ന ഡേറ്റും ഞങ്ങൾ പറയുന്ന ഡേറ്റില് വ്യത്യാസം ഉണ്ടാവുമല്ലോ. പണയം വെച്ച ഡേറ്റ് വേറെയാണ്. ഡിസംബർ 24-നാണല്ലോ അവിടെ കൊണ്ടുപോയത്. നിങ്ങൾ കളക്ട് ചെയ്തത് 1 മാസം കഴിയുമ്പോഴാണ്. എങ്ങനെയാ കളക്ട് ചെയ്യുന്നത്? എന്തുവാ സ്വർണ്ണം നിങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത്? അത് ഞങ്ങൾക്ക് അറിയില്ല. അവര് വിളിക്കുമ്പോൾ ഞങ്ങൾ ചെല്ലുന്നതല്ലേ. ഓ ശരി. ഇപ്പൊ ഈ സാധാരണഗതിയിൽ അങ്ങനെ സ്വർണ്ണം എടുത്ത ഉടനെ അങ്ങനെ വിൽക്കാറുണ്ടോ? പണയം വെക്കുന്ന സാധനം ഇപ്പൊ ഒരു ടൈം പണയം വിൽക്കുവാണോ ചെയ്തിട്ടില്ലല്ലേ? അവിടെ വർഷങ്ങൾ എത്ര നാളായിട്ട് പണയം വെച്ച് നമുക്ക് അറിയില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് പണയമല്ലല്ലോ, വിറ്റ സ്വർണ്ണമല്ലേ അവിടെ കൊണ്ടുവന്ന? വിറ്റ സ്വർണ്ണമല്ല, പണയം വെച്ച്. ഓ ശരി. അപ്പം ഞാൻ ചോദിക്കുന്നത് 1 വർഷം ആയതുകൊണ്ട് അയാൾ തിരിച്ചടവൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എടുത്തായിരിക്കും അല്ലേ? അങ്ങനെ എടുത്താണല്ലേ? അയാൾ എടുക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് അത് ജപ്തിയായി പോകുന്ന സാധനം നമ്മൾ എടുക്കുന്നതാണല്ലേ? ജപ്തിയായ സാധനമല്ല. പുള്ളി തന്നെ ഈ സെബാസ്റ്റ്യനെ വിളിച്ചു ഒരു ദിവസം. വിളിച്ചിട്ടാണ് പറഞ്ഞു ഇങ്ങനെ വിൽക്കണമെന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങോട്ട് വന്നിട്ടില്ല. ബാങ്കിന്റെ വാഴത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അവിടെ പോയി ഞാൻ പൈസ ആയിട്ട് പോയി ബാങ്കിൽ അടക്കാനുള്ള പൈസ അടച്ചു. സാധനം കൊണ്ടുവന്നു. സാധനം കൊണ്ടുവന്ന് പുള്ളിയോട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വന്നില്ല. പിറ്റേ ദിവസം വരാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പോയി. ബാലൻസ് പൈസ കൊടുക്കണ്ടേ? 1,50,000 ആണെങ്കിൽ 1,25,000 കൊടുത്തിട്ടുള്ളൂ ബാങ്കില്. വിറ്റ് കഴിഞ്ഞാൽ 1,50 കിട്ടുമല്ലോ. അപ്പൊ ആ പൈസ കൂടെ കിട്ടാൻ വേണ്ടി വന്നതാണല്ലേ? പിറ്റേ ദിവസം വന്ന് പൈസ മേടിച്ചിട്ട് പോയി. 1,50,000 രൂപയ്ക്കാണ് നിങ്ങളുടെ. അതിപ്പോ കണക്ക് നമുക്ക് അറിയില്ല. ഉദ്ദേശം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓ ശരി ശരി. കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി അയാൾ അവിടെ നിന്ന് എടുത്തപ്പോ നിങ്ങൾ കൊണ്ട് അടച്ചിട്ട് നിങ്ങൾ എടുത്തു, നിങ്ങൾ ഉരുക്കിയിട്ട് ബാക്കി പൈസ കൊടുത്തു അല്ലേ? പൈസ കൊടുത്തു. സെബാസ്റ്റ്യൻ തന്നെയാണ് ഡയറക്റ്റ് വന്നത് അല്ലേ? സെബാസ്റ്റ്യൻ പൈസ മേടിക്കാൻ ഡയറക്റ്റ് വന്നത്.
പിന്നീട് പിറ്റേ ദിവസം അതിന് മുമ്പ് വിളിച്ചതോ ഫോണിലാണ്? ബസ് സ്റ്റാൻഡ് ഫോണിൽ വിളിച്ചു, ബാങ്കിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങോട്ട് ബാങ്കിൽ ചെന്നു. അത് ഏത് ദിവസമായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മ വരുന്നില്ല ഏത് മാസമാണെന്നെങ്കിലും. 24 ഈ വർഷമല്ല, 2004 ഡിസംബറിലാണല്ലോ. ഡിസംബർ ആ മാസത്തിലാണ്, 12ാം മാസത്തിലാണ്. 23 ആ ഒരു 6 റേഞ്ചിലാണ്, 23 തൊട്ട് 30 ആ റേഞ്ചിലാണ് ഡേറ്റ്. അപ്പൊ ആ 30-ാം തീയതിക്കുള്ളിൽ വന്നിട്ടുണ്ട് അല്ലേ? ഡിസംബറില് ഇവരെ കാണാതെ, ഈ സ്ത്രീയെ കാണാതെ വന്ന് 24-നാ. 30-ാം തീയതി വന്നിട്ടുണ്ട്. 30-ാം തീയതിക്കുള്ളിൽ വന്നിട്ടുണ്ട് സെബാസ്റ്റ്യൻ അല്ലേ? അവിടെ ബാങ്ക് വന്ന് സ്വർണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അയാൾ പണയം വെച്ചിട്ട് അവിടുന്ന് തന്നെ ഉടനെ തന്നെ വിൽക്കണമെന്ന് ആവശ്യപ്പെടുമായിരുന്നു. അപ്പൊ അവിടെ കുറെ നാൾ വെച്ചിട്ടില്ല അല്ലേ ബാങ്കില്? വെച്ചിട്ടുണ്ടാവുമായിരിക്കും, നമുക്കത് അറിയില്ലല്ലോ. എത്ര നാള് വെച്ചു അവിടെ പലിശ അടിച്ച് കാണുമല്ലോ. അല്ല, ഇവര് മിസ്സിംഗ് ആവുന്ന 24-നാ. അപ്പൊ അതിന് മുമ്പ് അങ്ങനെയാണെങ്കിൽ ഡിസംബർ 2024 ഡിസംബർ 30 അതിന് മുമ്പ് അവരായിട്ട് ബന്ധമുള്ളതല്ലേ? അതിന് മുമ്പ് വല്ല പണയം എടുത്ത് ശരി അതിന് മുമ്പ് അല്ലേ? ഓക്കെ. ഇത് അങ്ങനെ പഴക്കമുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഇൻട്രസ്റ്റ് അടച്ചിരുന്നു അന്ന്? അതൊന്നും നമുക്ക് അറിയില്ല. നമ്മളിപ്പോ പൈസ കൊടുക്കുന്നു, പുറത്തു നിന്ന് പൈസ കൊടുക്കുന്നു, അയാൾ പോയി അടച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു, സ്വർണം കൊണ്ടുവന്നു. സ്വർണം എന്തൊക്കെ ഉണ്ടായിരുന്നു ചെയ്തത്? അത് ഓർമ്മയില്ല. അതാണ് പ്രശ്നം. അത് അവരവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഇതൊക്കെ പൊട്ടിയ മാല അത് ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു. വളയും മാലയൊക്കെയാണോ? അത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഓർമ്മയില്ല. നിങ്ങൾക്ക് ഉരുക്കിയത് ഓർമ്മയില്ല? ഇല്ല, ഞങ്ങൾ ഒരുമിച്ചല്ലേ ഉരുക്കുന്നത്. ഇവിടെ ഒരു ദിവസം എടുക്കുന്ന സ്വർണം 5, 10, 20 പേര് വരും. നിങ്ങൾ റിസീവ് ചെയ്യുന്ന സാധനങ്ങളോ നിങ്ങളൊന്നും നോട്ട് ചെയ്യാറില്ല? നോട്ട് ചെയ്ത് അത് വേറെ കൊണ്ടുപോയി. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഏറ്റുമാനൂരിലെ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. നിർണായകമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരുന്നു. ഇന്ന് സെബാസ്റ്റ്യനുമായി വീണ്ടും പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ തെളിവെടുപ്പിനെത്തിക്കുന്നു. അതോടൊപ്പം ശരണ്യയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ സ്വർണം വിറ്റ ജൈനമ്മയുടെ സ്വർണം വിറ്റ ജ്വല്ലറി ഉടമ കാര്യങ്ങൾ, ഈ സെബാസ്റ്റ്യൻ അവിടെ സ്വർണം തനിക്ക് കൊണ്ടുവന്ന് തന്നു, വിൽപ്പന നടത്തി എന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഇന്ന് ശരണ്യ സ്നേഹജൻ രാവിലെ ബ്രേക്ക് ചെയ്ത വാർത്ത. അതായത് കഴിഞ്ഞ 20 വർഷത്തിനിടെ നടന്ന 4 സ്ത്രീകളുടെ തിരോധാന കേസിൽ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന രീതിയിൽ ചില സൂചനകൾ പുറത്തു വരുന്നു. അതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലാണ് ഇന്ന് ഈ ബിന്ദുവിൻ്റെ, അതായത് സിന്ധു എന്ന് വിളിക്കുന്ന ബിന്ദുവിൻ്റെ കുടുംബം തന്നെ പറയുന്നത്. എന്താണ് 2020 അന്ന് അവിടെ സംഭവിച്ചത്? ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയായിരുന്നു? ബിന്ദുവിനെക്കുറിച്ച്, ബിന്ദുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിരുന്നോ? ടോമ, വളരെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്ന സ്ത്രീകൾ, പിന്നീട് അവരെ സംബന്ധിച്ച് പോലീസിനോ മറ്റ് അന്വേഷണ സംഘങ്ങൾക്കോ യാതൊരു വിവരവും ലഭ്യമാകുന്നില്ല. അതാണ് ആലപ്പുഴയിലെ ഈ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായ ചിത്രം എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മൾ ഇന്ന് പുറത്തു കൊണ്ടുവന്ന, അതായത് ഈ സെബാസ്റ്റ്യൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് അർത്തുങ്കൽ പോലീസിൽ ഈ സെബാസ്റ്റ്യന് നേരിട്ട് അതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് പോലീസ് നിലവിലത്തെ സാഹചര്യത്തിൽ അത് പരിശോധിച്ചു വരികയുള്ളൂ. പക്ഷേ ചേർത്തലയിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ 40 വയസ്സിന് മേൽ പ്രായമുള്ള 4 സ്ത്രീകളെ അല്ലെങ്കിൽ 3 സ്ത്രീകളെ കാണാതായി എന്നുള്ളതാണ്. അതിൽ തന്നെ എല്ലാവരും ഇതിൽ പരിശോധിക്കുമ്പോൾ ചില സിമിലാരിറ്റീസ് ഈ കേസിന് വരികയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ ഈ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ ക്ലോസ് ചെയ്ത ഒരു കേസിന്റെ ഫയൽ അദ്ദേഹം ആവശ്യപ്പെടുകയും അത് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ നിരീക്ഷിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പുറത്തുവിട്ട ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധുവിന്റെ തിരോധാനം. ഇവർ ചേർത്തല തിരുവഴ സ്വദേശിയാണ്. 2020 ഒക്ടോബർ 19 ബിന്ദുവിനെ കാണാതാകുന്നത്. ഇവരെ കാണാതാകുന്ന പശ്ചാത്തലത്തിൽ ഇവരുടെ ഒരു കാണാതാകുന്ന അല്ലെങ്കിൽ വീട് വിട്ട് ഇവരെ പോയ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോഴാണ്, അതായത് ബിന്ദുവും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ്. 2 പെൺമക്കൾ ഉണ്ടായിരുന്നു, ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ്. ഒപ്പം തന്നെ ഈ 2 പെൺമക്കളെ വളർത്തുന്നതിനും അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി വളരെ കഷ്ടപ്പെടുകയും ഈ മൂത്ത പെൺകുട്ടിയുടെ കല്യാണത്തിന്റെ നിശ്ചയം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ബിന്ദുവിനെ കാണാതാകുന്നു എന്നുള്ളതാണ്. അതായത് ഒക്ടോബറിൽ നിശ്ചയം കഴിയുന്നു, നവംബറിൽ കല്യാണം തീരുമാനിച്ചിരിക്കുന്ന ഘട്ടത്തിൽ തീയതി തീരുമാനിച്ചതിന് ശേഷം അന്ന് വൈകിട്ട് അമ്പലത്തിലേക്ക് പോയ ബിന്ദു പിന്നെ തിരികെ വന്നിട്ടില്ല എന്നുള്ളതാണ്. തിരുവിഴ ക്ഷേത്രത്തിൽ നടത്തിയ പരിശോധനയിൽ ബിന്ദു അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് അവർ റോഡിലൂടെ നടന്നു പോകുന്ന ചില കാര്യങ്ങളും ദൃശ്യങ്ങളിൽ ലഭ്യമായതിനപ്പുറത്തേക്ക് പിന്നെ ഈ സ്ത്രീ എവിടെ പോയി എന്ന് ഇതുവരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ 1.5 വർഷം മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് അൺഡിറ്റക്റ്റഡ് എന്ന് എഴുതി ആർത്തുങ്കൽ പോലീസ് കേസ് തള്ളുകയും ചെയ്തിട്ടുണ്ട്.
ഈ സ്ത്രീകളൊക്കെ എവിടെ പോകുന്നു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. എല്ലാവരും ചേർത്ത്, ഈ ബിന്ദു ആണെങ്കിൽ ചേർത്തല പഞ്ചായത്ത്, ചേർത്തല സൗത്ത് പഞ്ചായത്ത് 13-ാം വാർഡാണ്. ഇതുപോലെ ഐഷ ചേർത്തല വാറനാട് സ്വദേശിയാണ്. ബിന്ദു പത്മനാഭനും ചേർത്തല പള്ളിപ്പുറം സ്വദേശിയാണ്. ഇവരെ എല്ലാം കണക്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചേർത്തലയിൽ നിന്നാണ് മിസ്സിംഗ് ആവുന്നത്. മിസ്സിംഗ് ആവുന്ന സ്ത്രീകളൊന്നും തന്നെ പിന്നീട് കാണാതാവുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ജൈനമ്മ എന്ന് പറഞ്ഞ സ്ത്രീ, അതായത് സെബാസ്റ്റ്യൻ വളരെ കുറച്ചേ ആയുള്ളൂ ഏറ്റുമാനൂരിലേക്ക് ഭാര്യയുമായി താമസം മാറിയിട്ട്, ആ ഭാര്യ വീടിനടുത്തുള്ള സ്ത്രീയാണ് ജൈനമ്മ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഈ സ്ത്രീകൾ അങ്ങനെ ആയപ്പോൾ ഈ സംഭവം നേരെ കോട്ടയത്തെ ഒരു സ്ത്രീയിലേക്ക് പോയി എന്നുള്ളതാണ്. ഇതിൽ പോലീസിന് ഒരു കൃത്യമായ നിഗമനമുണ്ട്. അതായത് ഹാബിച്വൽ ക്രിമിനലാണ് ഇയാള്. അതുകൊണ്ട് തന്നെ ഈ കേസുകൾ, ഈ സ്ത്രീകളൊന്നും തന്നെ ജീവിച്ചിരിപ്പുണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. മാത്രമല്ല ഒരു കൃത്യമായ ഇടവേളകൾ ഇയാൾ ക്രൈമിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. അങ്ങനെ വിലയിരുത്തുമ്പോൾ 2012 അതായത് 2006 ബിന്ദു പത്മനാഭൻ കാണാതാകുന്നു. ബിന്ദുവിനെ കുറിച്ച് പിന്നെ യാതൊരു വിവരവും ഇതുവരെ ലഭ്യമായിട്ടില്ല. ബിന്ദുവിന്റെ സ്വത്തുക്കൾ ഉൾപ്പെടെ ഇയാൾ തട്ടിയെടുക്കുന്നു. 2013 ഐഷ, 2012 ഐഷ എന്ന സ്ത്രീ, മുൻ സർക്കാർ ഉദ്യോഗസ്ഥയായ ഐഷ എന്ന സ്ത്രീ സ്ഥലം എഴുതുന്നതിന് മുൻപ്, തൊട്ട് മുൻപ്, അതായത് സ്ഥലം രജിസ്ട്രേഷന്റെ തലേ ദിവസം, അവർ വാങ്ങിയ സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതിന്റെ തലേ ദിവസം പണം ആവശ്യമുള്ളപ്പോൾ ഐഷയും മിസ്സിംഗ് ആവുന്നു. അതിനുശേഷം പിന്നീട് ഒരു ഗ്യാപ്പ് വന്ന് പിന്നെ ജൈനമ്മയിലാണ് വരുന്നത്. 12 ശേഷം പിന്നെ 2024 ഈ സെബാസ്റ്റ്യന്റെ ഒരു പശ്ചാത്തലവും അയാളെ അസസ് ചെയ്തതും വെച്ചിട്ട് 2012 മുതൽ 2024 വരെ സെബാസ്റ്റ്യൻ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇടപെടാതിരിക്കാൻ, അല്ലെങ്കിൽ ആ കുറ്റവാസന സെബാസ്റ്റ്യനിൽ നിന്ന് മാറി നിന്നു എന്ന അന്വേഷണ സംഘം ഒരിക്കലും കരുതുന്നില്ല. കാരണം തുടർച്ചയായി കുറ്റവാസനയുള്ള ഒരു വ്യക്തിയായാണ് സെബാസ്റ്റ്യനെ അവർ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2013-നും 12-നും 24-നും ഇടയിൽ മറ്റൊരാളുണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘം. അങ്ങനെയാണ് മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തുകയും ഇപ്പോൾ തിരുവിഴ സ്വദേശിയായ ബിന്ദു എവിടെ പോയി എന്നുള്ളത് കൂടി ഈ അന്വേഷണത്തിന്റെ പരിഗണനയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്തത്. നമ്മൾ ബിന്ദുവിന്റെ വീട്ടിൽ എത്തിയിരുന്നു. അതായത് ആസ്ബറ്റോസുകൾ കൊണ്ട് അടിച്ച 2 മുറി വീട്ടിലാണ് ബിന്ദു താമസിക്കുന്നത്. ഭർത്താവ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോയി മറ്റൊരു വിവാഹം കഴിച്ചു. 2 പെൺമക്കളായിരുന്നു. ഈ 2 പെൺമക്കളെയും വളർത്തുന്നതിന് വേണ്ടി അരൂരിലെ, ഇവിടെ ചേർത്തലയിൽ നിന്നും അരൂരിൽ പോയി, അരൂരിലെ ചെമ്മീൻ ഫാക്ടറിയിൽ തൊഴിലാളിയായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അവർ 2 മക്കളെയും ബിരുദം വരെ പഠിപ്പിച്ചു. മൂത്ത മകളുടെ കല്യാണത്തിന് അണിയുള്ള സ്വർണം ഉൾപ്പെടെ ആ അമ്മ ഒറ്റയ്ക്ക് കരുതി വെച്ചിരുന്നു. അത് കഴിഞ്ഞ് കല്യാണ ചിലവിനുള്ള ആവശ്യങ്ങളൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ പണം നൽകാമെന്നോ അല്ലെങ്കിൽ അത്തരം ഓഫറുകളിലേക്ക് ഈ ബിന്ദുവിനെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് കുടുംബം സംശയിക്കുന്നുണ്ട്. മാത്രമല്ല ടോമെ, ഈ കേസിൽ ഈ സ്ത്രീകളൊക്കെ എവിടെ പോയി എന്ന് അന്വേഷിക്കുകയും അതിനകത്ത് ഇതിന് എന്താണ് സംഭവിക്കുന്ന ഒരു ഉത്തരം നൽകാനോ നമ്മുടെ അന്വേഷണ സംഘങ്ങൾക്ക് എവിടെയും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഓരോ കേസുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഒരു ഘട്ടം കഴിഞ്ഞാൽ എഴുതി തള്ളിപ്പോകുന്ന ഒരു കേസിനപ്പുറത്തേക്ക് ഇതിൽ കൃത്യമായൊരു അന്വേഷണമോ നിഗമനത്തിലൊക്കെ എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യനെ പോലെയുള്ള ആൾ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയും ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ഈ കർണാടക ധർമ്മസ്ഥലയിലെ സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ തിരോധാന കേസുകൾ, അതിനുശേഷമുള്ള വെളിപ്പെടുത്തലുമൊക്കെ വിശദമായി പരിശോധിച്ചാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇവിടെ ആലപ്പുഴയിൽ ഒരു കാലയളവിനിടെ, അതായത് ഒരു 20 വർഷത്തിനിടെ നിരവധി സ്ത്രീകളുടെ തിരോധാനം, അതും വീട്ടമ്മമാർ, കുടുംബമുള്ളവർ, അങ്ങനെ അവരുടെ തിരോധാനത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു തുമ്പും ലഭിക്കാതെ ആ കേസിൻ്റെ അന്വേഷണമൊക്കെ അവിടെ അവസാനിപ്പിക്കുന്ന അവസ്ഥ. ഇവിടെ ഈ ബിന്ദുവിൻ്റെ, സിന്ധു എന്ന് വിളിക്കുന്ന ചേർത്തല സ്വദേശിനിയായ ബിന്ദുവിൻ്റെ തിരോധാന കേസിൽ കുടുംബം പരാതി നൽകിയിരുന്നു. അന്ന് പരാതി നൽകിയിട്ട് എന്തുകൊണ്ടാണ് പോലീസ് ആ ഗൗരവമായി അത് എടുക്കാതിരുന്നത്? മാത്രമല്ല, അന്നൊന്നും ഈ സെബാസ്റ്റ്യനെ കേന്ദ്രീകരിച്ച് യാതൊരു സംശയവും ഉയർന്നു വന്നിരുന്നില്ലേ? കുടുംബത്തിന് അത്തരം ഒരു സംശയം ഉണ്ടായിരുന്നോ? ഇതിലെ ഈ കേസുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ബിന്ദു പത്മനാഭന്റെ കേസിൽ ഒഴിച്ച് ഒരിക്കലും ഈ മിസ്സിംഗ് ആയ സ്ത്രീകളും സെബാസ്റ്റ്യനുമായി ഡയറക്റ്റ് ബന്ധമുണ്ടെന്ന് ഒരിടത്തും സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ ബന്ധുക്കൾ ഈ പരാതി നൽകാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ബിന്ദു പത്മനാഭന്റെ കേസിൽ ഈ സെബാസ്റ്റ്യൻ എന്നുള്ള പിക്ചറിലേക്ക് വരുന്നത് ബിന്ദുവിന്റെ പേരിലുള്ള സ്വത്തുക്കൾ, കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഇയാൾ വ്യാജ പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി ഇയാൾ മറച്ചു വിറ്റു എന്നുള്ളതാണ്. അങ്ങനെ വിൽക്കുന്ന ഘട്ടത്തിലാണ് ബിന്ദുവിന്റെ മിസ്സിംഗിൽ ഇയാൾക്ക് ബന്ധമുണ്ടാകും എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുന്നത്, ബിന്ദുവിന്റെ കുടുംബം പരാതി ഉന്നയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ജൈനമ്മയുടെ കേസ് പരിശോധിച്ചാലും ഐഷയുടെ
ഐഷയുടെ കേസ് പരിശോധിച്ചാലും നമ്മൾ ഐഷയുടെ ഈ തുടരന്വേഷണം, അതായത് നമ്മൾ ഈ കുറേ ദിവസങ്ങളായി ഈ സ്ത്രീകൾ എവിടെയാണ് എന്ന് ന്യൂസ് 18 അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവരുടെ കേസുകൾ എന്ത് സംഭവിച്ചു, പോലീസ് എന്തുകൊണ്ട് ഇടപെടുന്നില്ല, അത്തരം വിവരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഐഷയുടെ കുടുംബമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും ഐഷയ്ക്ക് സെബാസ്റ്റ്യനുമായി ഒരു ബന്ധവുമില്ല എന്നാണ് മക്കൾ നമ്മളോട് പറയുന്നത്. ആ കേസുമായി കണക്ട് ചെയ്യാനേ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് പിറ്റേ ദിവസം നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, അതായത് ഐഷ എന്ന് പറയുന്നത് സെബാസ്റ്റ്യനുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു എന്നുള്ളത്. അത് നമ്മളോട് ആ കാര്യങ്ങൾ വ്യക്തമാക്കിയത് റോസമ്മ എന്ന സ്ത്രീയാണ്. ഐഷയും റോസമ്മയും സെബാസ്റ്റ്യനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഐഷയുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് റോസമ്മയുടെ വീട്. റോസമ്മയുടെ വീട്ടിൽ വന്ന നിരന്തരമുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഐഷയും സെബാസ്റ്റ്യനുമായി പരിചയത്തിലാകുന്നതും. ഐഷ വീട് സ്വന്തമായി വാങ്ങിയ, മക്കളൊന്നുമില്ലാതെ സ്വന്തമായി വാങ്ങിയ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതിന്റെ തലേ ദിവസമാണ് അവർ മിസ്സിംഗ് ആവുകയും, ഒപ്പം തന്നെ റോസമ്മ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. രാവിലെ പോയ ഐഷ, സെബാസ്റ്റ്യനിൽ നിന്ന് പൈസ വാങ്ങാനായി പോയ ഐഷ പിന്നീട് മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. 2 ദിവസം കഴിഞ്ഞാണ് മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം അറിയുന്നതും വ്യക്തമാക്കുന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ സെബാസ്റ്റ്യൻ ഈ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഹൈഡ് ചെയ്ത് വെക്കാൻ കൃത്യമായി ശ്രമിച്ചിരുന്ന ഒരാളാണ്. ഇവിടെ റോസമ്മ എന്ന് പറയുന്ന വ്യക്തി പറയുമ്പോഴും ഈ ഐഷയുടെ വീട്ടുകാർ ഒരിക്കലും സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ നമ്മളുടെ അന്വേഷണത്തിൽ കൃത്യമായി ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനെ കണക്ട് ചെയ്ത് പോലീസ് പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മളോട് വെളിപ്പെടുത്തിയ, റോസമ്മ എന്ന സ്ത്രീ വെളിപ്പെടുത്തിയ നിർണായക കാര്യങ്ങളാണ്. കാരണം ഒരു ഘട്ടം വരെ സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്തും ഒപ്പം തന്നെ വിവാഹിതരാകാൻ ഇരുവരും തീരുമാനിച്ചിരുന്ന, ഒരുമിച്ചുണ്ടായിരുന്ന 2 പേരാണ് റോസമ്മയും സെബാസ്റ്റ്യനും. താൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നാണ് റോസമ്മ നമ്മളോട് വ്യക്തമാക്കിയത്. റോസമ്മയാണ് പറയുന്നത് ഇവരുമായി, ഐഷയ്ക്ക് സെബാസ്റ്റ്യനുമായി കൃത്യമായ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ അപ്പോഴും മക്കൾ പറയുന്നില്ല എന്നുള്ളതാണ്. അതായത് ബന്ധുക്കളുടെ മുന്നിലേക്ക് വരാതെ മക്കളെ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ഇത്തരമൊരു ബന്ധത്തെക്കുറിച്ച്, അതായത് സെബാസ്റ്റ്യനെ കുറിച്ച് യാതൊരു പരാതിയോ അവർ ഉന്നയിച്ചില്ല. മാത്രമല്ല ഇവിടെ ഈ ബിന്ദുവിൻ്റെ കേസിലേക്ക് വന്നു കഴിയുമ്പോഴും അത്തരമൊരു സംശയം ഒരു ഘട്ടത്തിലും ഉയർന്നു വന്നില്ല. ഒരു പക്ഷേ ഈ ഒരു വീട്ടമ്മമാർ, അവരുടെ തിരോധാനം അത് ആ കുടുംബത്തിന് നാണക്കേട് കാരണം, അവരുടെ മക്കളൊക്കെ പ്രായപൂർത്തിയായവരായിരുന്നു. ശരണ്യ സൂചിപ്പിച്ച പോലെ ഈ ബിന്ദുവിൻ്റെ മകളുടെ കല്യാണത്തിന് തൊട്ട് മുൻപാണ് ബിന്ദുവിൻ്റെ തിരോധാനം സംഭവിക്കുന്നത്. ഒരു പക്ഷേ ഏതെങ്കിലും വഴിവിട്ട ബന്ധത്തെ തുടർന്ന് ഒളിച്ചോടിപ്പോയതാണോ, അത് പിന്നീട് പുറത്തു വന്നു അതിൻ്റെ അന്വേഷണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുടുംബത്തിന് നാണക്കേടാകുമോ, അതുകൊണ്ട് ഒരുപക്ഷെ പരാതി നൽകാതിരുന്നതായിരിക്കുമോ? അല്ല ടോം, ഏറ്റവും ആക്റ്റീവായി ഈ കേസിൽ ഇടപെട്ടുള്ള ഒന്ന് ബിന്ദുവിൻ്റെ കുടുംബമാണ്. അതായത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇന്ന് നമ്മൾ പുറത്തുവിട്ട തിരുവിഴ സ്വദേശിയായ ബിന്ദുവിൻ്റെ കുടുംബമാണ് ഏറ്റവും ആക്റ്റീവുമായി ഈ കേസിനകത്ത്. അതുങ്ങൾ വെറും പാവങ്ങളാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ 2 മുറി ആസ്ബറ്റോസ് ഷീറ്റ് അടിച്ച മുറിയിൽ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയും സഹോദരിയും 2 പെൺമക്കളും ഒക്കെ ഉള്ള ഒരു വീടാണ്. ബിന്ദുവിൻ്റെ കേസിൽ ബിന്ദു മിസ്സിംഗ് ആയി ഒരു മണിക്കൂർ കഴിഞ്ഞ് ബിന്ദു തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലാണ് പോയത്. അവിടെ പോയി തിരിച്ചു വരാതിരുന്ന ഘട്ടത്തിൽ തന്നെ ബിന്ദുവിൻ്റെ കുടുംബം വളരെ കൃത്യമായി ആർത്തുങ്കൽ പോലീസിലേക്ക് വിവരം കൈമാറുകയും പോലീസും കുടുംബാംഗങ്ങളും ഒരുമിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സാധനത്തിൽ, ആ ഒരു കേസിനകത്ത് അത്തരത്തിൽ മറ്റ് ദുരൂഹ സാഹചര്യങ്ങൾ നിലവിൽ ഇല്ല എന്നുള്ളതാണ്. അന്വേഷണ സംഘവും അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അവരൊരു മറച്ചുവെക്കൽ നടത്തുന്നതായി നമുക്ക് തോന്നിയിട്ടില്ല. വളരെ ക്ലിയറായി സെബാസ്റ്റ്യൻ ഇന്നിപ്പോൾ ഇവിടെ ജ്വല്ലറിയിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്ന ഘട്ടത്തിൽ സെബാസ്റ്റ്യൻ വളരെ കൂളായി നമ്മൾ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം, ഒന്നുമില്ല ഡപ്പനെ എന്നുള്ള രീതിയിലുള്ള വളരെ കൂളായിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നു അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. ആ ജ്വല്ലറിക്കകത്ത് നിന്ന് ജ്വല്ലറി ഉടമ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റിംഗ് ഓപ്പറേഷനിൽ പുറത്തുവിട്ടതുപോലെ തന്നെ ഇപ്പോൾ സാജൻ സേവ്യർ DYSP അദ്ദേഹം അത് സ്ഥിരീകരിച്ചു, സ്വർണ്ണ ഇവിടെയാണ് വിറ്റത് എന്നുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വരില്ലല്ലോ എന്ന മറു ചോദ്യമാണ് ഇവിടെയാണോ വിറ്റത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും ശരണ്യ അത് തന്നെയാണ്. കാരണം അതിവിദഗ്ധനായിട്ടുള്ളൊരു കുറ്റവാളി ഇത്രയധികം കൊലപാതകങ്ങൾ ഒരുപക്ഷെ നടത്തിയെങ്കിൽ അത് ഇത്രയും നാൾ അത് പുറത്ത് വന്നിട്ടില്ലെങ്കിൽ അയാൾ അതിസമർത്ഥനായിട്ടുള്ളൊരു ക്രിമിനലാണ്. ഇവിടെ മാധ്യമങ്ങളോട് ഇങ്ങനെയാണ് പ്രതികരിച്ചതെങ്കിൽ സ്വാഭാവികമായും പോലീസിന് മുന്നിൽ അയാൾ പല രീതിയിലുള്ള നാടകങ്ങൾ കളിക്കുന്നുണ്ടായിരിക്കും, പലതും മറച്ചു വയ്ക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നുണ്ട്. ശരണ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കാലയളവിൽ, അതായത് ഈ ജയനമ്മയുടെ തിരോധാനത്തിന് തൊട്ട് പിന്നാലെ സ്വർണം ആ ജ്വല്ലറിയിൽ ആലപ്പുഴയിലെ ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിറ്റു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ജയനമ്മയുടെ സ്വർണമാകാം. അങ്ങനെയെങ്കിൽ ജയനമ്മയെ അയാൾ കൊലപ്പെടുത്തിയ ശേഷം സ്വർണം തട്ടിയെടുത്ത് കൊണ്ടുപോയി വിറ്റതാകാം. ഇന്നത്തെ തെളിവെടുപ്പിൽ
എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഈ നമ്മളോട് ജുവലറി ഉടമ വ്യക്തമാക്കിയ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് പോലീസിനും അദ്ദേഹം ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് 25 ഗ്രാം സ്വർണ്ണമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ജൈനമ്മയെ കാണാതാകുന്ന ഡിസംബർ 23-നും ഡിസംബർ 24-നും ഡിസംബർ 30-നും 2024 ഡിസംബർ 24-നും 30-നും ഇടയിലാണ് സ്വർണം തനിക്ക് വിൽക്കാനായി വന്നത് എന്നുള്ളത് ജ്വല്ലറി ഉടമയായ വെങ്കടേശ്വർ, അതായത് ഡിവൈഎസ്പി ഓഫീസിന്റെ നേരെ എതിർവശത്തുള്ള ജ്വല്ലറിയിലാണ് ഇത് കൊണ്ട് വിറ്റതെന്നുള്ളത് നമ്മൾ അറിയണം. അങ്ങനെ ഈ പോലീസ് സ്റ്റേഷന് തൊട്ട് മൂക്കിന്റെ തുമ്പത്ത് കിടന്നാണ് സെബാസ്റ്റ്യൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഡിവൈഎസ്പി ഓഫീസിന്റെ തൊട്ട് മുന്നിൽ ഉള്ള ഒരു ചെറിയ ജ്വല്ലറിയിൽ കൊണ്ടാണ് വിറ്റിട്ടുള്ളത്. ഇവിടെ തന്നെയുള്ള കുന്നത്ത് ഫിനാൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് കൊണ്ട് പണയം വെച്ചതെന്നുള്ളതാണ് നമുക്ക് ഈ ഇദ്ദേഹം, അതായത് സദാശിവൻ, ഈ വെങ്കടേശ്വർ ജ്വല്ലറിയുടെ ഉടമ പൂന സ്വദേശിയായ സദാശിവനിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് സെബാസ്റ്റ്യൻ ഇയാളെ ഫോണിൽ വിളിച്ചു, ഈ കുന്നത്ത് ജ്വല്ലറിയിൽ സ്വർണം വെച്ചിട്ടുണ്ട്, പക്ഷേ അത് വിറ്റ് പോകുന്നൊരു ജപ്തിയായി പോകുന്നൊരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് സ്വർണം വിൽക്കാനാണ് എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പണവുമായി പിറ്റേ ദിവസം നേരിട്ട് ഇവിടെ വന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ പണവുമായി നേരിട്ട് വന്ന് 1,25,000 രൂപയ്ക്കായിരുന്നു സ്വർണം വെച്ചിരുന്നത്. ഒരു പൊട്ടിയ മാല, അതായത് ജൈനമ്മയുടെ മാല ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. 1,25,000 രൂപയ്ക്ക് വെച്ച സ്വർണം ഇവർ പണം കൊടുത്ത് എടുത്തു. അതിനുശേഷം അതായത് ഈ ജ്വല്ലറി ഉടമകൾ തന്നെ പണം കൊടുത്തെടുത്തു. 1,50,000 രൂപയാണ് അവർക്ക് അതിന് സെബാസ്റ്റ്യന് നൽകിയത് എന്നുള്ള വിവരം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ തന്നെ ടോമെ വേറെ കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ജൈനമ്മയും സെബാസ്റ്റ്യനും തമ്മിൽ അടുപ്പം തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. കാരണം നാർക്കോ അനാലിസിസ് ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇടക്ക് സെബാസ്റ്റ്യൻ ഒരു കോടതി വിധി, അനുകൂലമായ ഒരു കോടതി വിധി നേടിയിരുന്നു. അതായത് തനിക്ക് ഹൃദയ സംബന്ധമായ തകരാറുണ്ട്, അതുകൊണ്ട് നാർക്കോ അനാലിസിസിന് വിധേയനാക്കരുത്. വളരെ വിദഗ്ധനാണ് സെബാസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു അഭിഭാഷകരുടെ കൃത്യമായ ട്രെയിനിങ് ഉണ്ട്. കാരണം ഒരു കാലത്ത് ഈ ബിന്ദു പത്മനാഭനെ കബളിപ്പിച്ച ശേഷം അവർ സ്വത്തുക്കൾ തട്ടിയെടുത്ത ശേഷം കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടായിരുന്ന ഒരാളാണ്. അതുപയോഗിച്ച് അന്നത്തെ അന്വേഷണ സംഘത്തെ കൃത്യമായി സെബാസ്റ്റ്യൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞ ചേർത്തല പോലീസിൽ, അല്ലെങ്കിൽ പിന്നെ ചേർത്തല പോലീസ് റോസമ്മ ഇന്നലെ പറഞ്ഞത് വളരെ നിർണായക മൊഴിയാണ്. ഐഷയെ കാണാതായി ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് കാണാതായി മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്ന ഐഷയുടെ ഫോണിൽ നിന്നും ഇവരുടെ കയ്യിലേക്ക് കോൾ വരുന്നത്. ആ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ പോലീസുകാരോട് കൃത്യമായി പറഞ്ഞു, ഇതേ ഐഷയുടെ ഫോണിൽ നിന്ന് കോൾ വരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടും ഒരു അന്വേഷണം ഉണ്ടായില്ല എന്ന് റോസമ്മ വ്യക്തമാക്കുമ്പോൾ ചേർത്തല പോലീസ് ഈ കേസുകളൊക്കെ എങ്ങനെയാണ് അന്വേഷിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല ഇവിടെ വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് അതൊക്കെ വിശദമായി പരിശോധിക്കേണ്ട കാര്യമാണ്. പോലീസ് ഈ ഓരോ തിരോധാന കേസുകളും അട്ടിമറിച്ചതാണോ, അതിന് കൂട്ടുനിന്നത് ആരൊക്കെയാണ്, അവരെയും, അതായത് ഇത്തരം കൊലപാതക കേസുകൾ, അത് തിരോധാന കേസുകൾ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്.